എന്താപ്പം ഇവരെ കഥ അല്ലേ? വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കുരുവട്ടൂരികളുടെ അവസ്ഥ. ഒരാൾ കുരുവട്ടൂരികളുടെ ഷെയ്ഖ് കോമാട്ടുചാലിൽ അത് പറയാണ് ഒരിക്കൽ സമസ്തയിൽ വിഷയം ഉണ്ടായപ്പോൾ, പ്രശ്നം ഉണ്ടായപ്പോൾ മഹാനായ മടവൂർ ഷെയ്ഖ് CM വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കൽ ചെന്നു. അപ്പം തങ്ങൾ പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ, അത് കുഞ്ഞിക്കോയ തങ്ങളും AP അബൂബക്കർ മുസ്ലിയാരും നടത്തുന്നതാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം കൂടിക്കോളിങ്ങൾ എന്ന് ആര് പറഞ്ഞു? മഹാനായ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അക്കാലഘട്ടത്തിൽ പറഞ്ഞു. പിന്നെ മഹാനവറുകൾ വഫാത്തായി പോയല്ലോ, പിന്നെ വന്നിട്ടൊന്നുമില്ലല്ലോ പറയാനായിട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പം ഏതായാലും അന്ന് പറഞ്ഞ സംഭവം നമ്മളെ കോമാട്ടുചാടിൽ അത് പറയുന്നുണ്ട്. അത് കേട്ടോ കാണി. അഥവാ നൗഷാദിൻ്റെയൊക്കെ ഷെയ്ഖ് സമസ്ത രണ്ടായ നേരത്തെ ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നവരോട് പറഞ്ഞതാണ്, സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഓരോരുത്തരും കൂടിക്കൊള്ളി. ഷെയ്ഖുനാൻ നേരിട്ട് പറഞ്ഞ ആളുകൾ കേട്ടില്ല നിങ്ങള്? സമസ്ത ഒന്നേ ഉള്ളൂ, സമസ്ത അത് നോക്കാൻ വേണ്ടിക്കൊണ്ട് ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളോലൊപ്പം കൂടിക്കോളിയും എന്ന് ആര് പറഞ്ഞു? ഷെയ്ഖുന മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അക്കാലഘട്ടത്തിൽ പറഞ്ഞ സംഭവമായി പറയുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞു, മടവൂർ ഷെയ്ഖുന പറഞ്ഞു. ഇനിയോ മടവൂർ ഷെയ്ഖുന അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇനി വേറൊരു ചങ്ങായി പറയുന്നുണ്ട്, ഇവരിൽപ്പെട്ട തന്നെ പമ്പൈസ് പറയണമെന്ന് കേട്ടു നോക്കാൻ മതി. സമസ്ത എന്ന് പറഞ്ഞപ്പോൾ രണ്ടും കൂടി കൂട്ടണമല്ലോ, AP ഒക്കെ സമസ്തയാണ്. പമ്പൈസിൻ്റെ അഭിപ്രായം രണ്ടും കൂട്ടണം. സമസ്ത എന്ന് പറഞ്ഞാൽ ഒക്കെപ്പാടെ കൂട്ടണമല്ലോ, ഒക്കെപ്പാടെ കൂട്ടുമ്പോൾ AP ഒക്കെ സമസ്തയാണ് എന്നാണ് പമ്പൈസിൻ്റെ അഭിപ്രായം. രണ്ടും കൂടി കൂട്ടണം, രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് AP ഒക്കെ സമസ്തയാണ് എന്നുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് നല്ലൊരു വർത്താനാണ്. എന്നാ ഇനി നൗഷാദ് എന്ന് പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കുക. ഒറ്റ സമസ്ത ഇവിടെ ഉള്ളൂ, അത് ശംസുൽ ഉലമയുടെ സമസ്തയാണ്. അത് പറഞ്ഞാൽ നെഞ്ചത്ത് കൂടി എന്തോന്ന് പോകുന്നുണ്ട് എന്നാ ഒരുത്തം പറഞ്ഞേ. എന്നാ ഒന്നുകൂടി പോട്ടെ. സമസ്ത 100ാം വാർഷികം സമാപിച്ചിരിക്കുന്നു. സമാപിച്ചതിന് ശേഷം വേറൊരു സംഭവമല്ല, ഇനിയൊക്കെ വ്യാജം മാത്രമാണ്. ഇതൊക്കെ ഓരോ ഘട്ടം പറഞ്ഞതാണ് കേട്ടോ. ആദ്യം കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞത്, അബ്ദുള്ളാനെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒന്ന് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അബ്ദുള്ള അങ്ങനെ കാട്ടിലായിരുന്നല്ലോ, അങ്ങനെ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഹഫീദ് ഉസ്താദ് ഇങ്ങോട്ട് വന്നിക്കണോ പറഞ്ഞ അപ്പം തന്നെ ബെജനുണ്ട് മഴ എന്ന് പറഞ്ഞാണ്ട് ആൾക്കാരുടെ ഒപ്പം കൂടി. അതിൽ ഞാനൊക്കെ കൂടിയിരുന്നു. വണ്ടി ചെന്ന് കജ്ജ് മുത്തലും കാല് മുത്തലൊക്കെ നടത്തി നോക്കി. പക്ഷെ അന്ന് ആ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും ഞാനതിന് പോയത്. ഏതായാലും ആവട്ടെ, അന്ന് പ്രസംഗത്തിൽ പറഞ്ഞതാണെന്ത്, സമസ്തയിൽ വിഷയമുണ്ടായപ്പോൾ മഹാനായ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കൽ ചെന്നു. അടുത്ത് ചെന്നപ്പോൾ തങ്ങൾ മടവൂർ ഷെയ്ഖുന പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ, അത് ഏപ്പിൻ്റെ ഒപ്പം കുഞ്ഞിക്കോയ തങ്ങളൊപ്പം കൂടിക്കോളിയും എന്ന് ആര് പറഞ്ഞു എന്ന് മടവൂര് പറഞ്ഞു. അന്ന് മടവൂർ ഹയാത്തിലുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. പിന്നെ മടവൂർ വഫാത്തായി പോയിട്ടാ, അത് കഴിഞ്ഞു. എന്നിട്ട് അതിലൂടെ അങ്ങനെ പോരുമ്പോഴാണ് ഇവരുടെ കള്ളക്കറാമത്തുകൾ, ഇവരുടെ കള്ളത്തരങ്ങൾ മുഴുവനും ഇങ്ങോട്ട് പുറത്തിയാടലെടുത്തിയപ്പോൾ ഇവരെ നമ്മളൊപ്പം കൂടിക്കഴിഞ്ഞാൽ ആകെ നാസി കുസിയാക്കും. കരിമ്പും തോട്ടത്തേക്ക് കാട്ടാന കയറി മാതിരി ആക്കുമെന്ന് കണ്ടപ്പോൾ നമ്മളെ നേതാക്കന്മാരുടെ കറാമത്ത് കൊണ്ട് ഇവരുടെ കള്ളത്തരങ്ങൾ പുറത്തിയാടി. അപ്പം ഇവരെന്ത് ചെയ്തു, താൽക്കാലികം തന്നെ മാറ്റി നിർത്തിയപ്പോൾ എന്ത് ചെയ്തു, പിന്നത്തെ ഒരു പ്രസംഗത്തിലാണ് നമ്മളെ പമ്പൈസ് പ്രസംഗിക്കുന്നത് കേട്ടു. ഇപ്പം സമസ്തകളുണ്ടല്ലോ, സമസ്തയിൽ APക്കൊക്കെ പാടെ കൂടുമ്പോഴാണല്ലോ സമസ്ത, APക്കൊക്കെ സമസ്തയാണല്ലോ എന്ന് പറഞ്ഞു. APക്കാരും സമസ്തയാണ്, ഈക്കാരും സമസ്തയാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് അൽഹംദുലില്ലാഹ് വലിയ കുഴപ്പമില്ലാതെ ആഴത്തുള്ള കാര്യം ആയിക്കോട്ടെ, അതങ്ങനെ കഴിഞ്ഞു പോകുന്നു.
ഇപ്പം നൗഷാദിൻ്റെ പുതിയ പ്രസംഗം ഇപ്പം ഇറങ്ങിയ പുതിയ പ്രസംഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് അരിശം മൂത്തിട്ട് എന്തൊക്കെ പറയേണ്ടത് എന്ന് അറിയണില്ല, എന്തൊക്കെ പറയേണ്ടതെന്നൊരു പുടുത്തമല്ലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എന്നാൽ സമസ്ത ഒന്നേ ഉള്ളൂ, അത് ശംസുൽ ഉലമയുടെ സമസ്ത. ഞങ്ങൾ ശംസുൽ ഉലമയുടെ സമസ്ത അല്ല എന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞേക്കണോ? ഏയ്, ശംസുൽ ഉലമയുടെ സമസ്ത അല്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞേക്കണോ? പറഞ്ഞിട്ടില്ല. ശംസുൽ ഉലമയുടെ എന്നിട്ടോ പറയാം ശംസുൽ ഉലമയുടെ സമസ്ത. എന്നിട്ടോ അതിൻ്റെ 100-ാം വാർഷികം കഴിഞ്ഞു, അതിൻ്റെ 100-ാം വാർഷികം കഴിഞ്ഞു, സമസ്തയുടെ 100-ാം വാർഷികം കഴിഞ്ഞു. ഇനി വരുന്നതൊക്കെ വ്യാജാണ്, ഓനാണ് തീരുമാനിച്ചല. ഏയ്, അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലെവിടെയും എന്ത് ചെയ്യണില്ല, ഇതിലൊരു കയറ്റം കിട്ടുന്നില്ല. ഇതിൽ കയറി വന്ന ഉടനെ ഈ വൈലത്തൂർ തങ്ങൾ പാപ്പാനെ പിടിച്ചുകാണ്ട് ഇവരെന്ത് ചെയ്തു, ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് ഒരുങ്ങിയിരുന്നു. പക്ഷെ അത് കാലേ കൂട്ടി പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ഒക്കെ അറിഞ്ഞതുകൊണ്ട് മെല്ലെ വല്ലാതെ തൂമ്പിന് കേട് പിടിച്ചതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്തു, നുള്ളി എടുത്തിടാൻ പറ്റി. അതല്ലെങ്കിൽ എന്ത് ചെയ്തിരുന്നു, അതിൻ്റെ ഉള്ളിലെ കാമ്പ് വരെ മാന്തി കീറിയിരുന്നു വരെ. അതിൻ്റെ മുന്നേ തന്നെ നമ്മളെ പണ്ഡിതന്മാരുടെ കരാമത്ത് കൊണ്ട് ഇവരെന്ത് ചെയ്തു, എടുത്തിട്ടത് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെ സുന്നത്ത് ജമാഅത്തിനൊരു കോട്ടം സംഭവിക്കാതെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റി. അതല്ല എങ്കിൽ ഇവൻ ഈ കോലത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ട് പോകുമ്പോൾ കുറേ ആളുകൾ പിന്നിൽ കൂടിക്കൊണ്ട് പിന്നെന്ത് ചെയ്യും, ആളുകൾ മനസ്സിലാക്കും ഇതെന്തോ ഒരു വൈരാഗ്യത്തിന് വേണ്ടി ഇവനെ ആട്ടിവിട്ടതാണെന്ന് മനസ്സിലാക്കി പോവും. ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടു വൈരാഗ്യമല്ല, ഇത് കാട്ടുകള്ളന്മാരാണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടു. അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിക്കൊണ്ട് അവർ ദീനിനെ പല രൂപത്തിലും ചിത്രീകരിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 4 ആളെ കിട്ടാൻ വേണ്ടിക്കൊണ്ട് അവർ പറയുകയാണ് എന്ന് എല്ലാ പ്രവർത്തകർക്കും മനസ്സിലായി. അൽഹംദുലില്ലാഹ്, അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ്. പല നേതാക്കന്മാരും തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും മനസ്സിലായി ഇവർ കാട്ടുകള്ളന്മാർ മാത്രമല്ല, പെരുങ്കള്ളന്മാർ മാത്രമല്ല, കാട്ടുകള്ളന്മാർ മാത്രമല്ല, ലോകകള്ളന്മാരാണ് കുരുവട്ടൂരികൾ എന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു ഷുറിനെ തൊട്ട് പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.